നിലവിൽ ഇപ്പോൾ 37 പേരുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ കെ സുധാകരന് സീറ്റില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് നേരത്തെ തന്നെ തീരുമാനമായതാണ്. ടി ഒ മോഹനെ മത്സരിപ്പിക്കും. അതുപോലെ തന്നെ സീറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന പലരും ഉണ്ടായിരുന്നു. എൽദോസ് കുന്നപ്പള്ളിയുടെ ഉൾപ്പെടെ പ്രതികരണം അല്പസമയം മുമ്പ് വന്നിട്ടുമുണ്ട്. എൽദോസ് കുന്നപ്പള്ളിക്കും അതുപോലെ തന്നെ ദീപ്തി മേരി വർഗീസിനുമൊന്നും നിലവിൽ സീറ്റ് ലഭിച്ചിട്ടില്ല. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് തുടരുന്നുണ്ട്. അജീഷ്, ഏറ്റവും ഉറ്റുനോക്കുന്നത് കണ്ണൂരിലെ ഇനിയുള്ള സ്ഥിതിഗതികൾ എങ്ങനെയായിരിക്കുമെന്നുള്ളത് തന്നെയാണ്. കാരണം വലിയ പ്രതിഷേധം കെ സുധാകരൻ അനുകൂലികളുടെ ഭാഗത്തു നിന്ന് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? സുധാകരൻ എപ്പോൾ ജില്ലയിലെത്തും? അമൃത, സുധാകരൻ 12:30 കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുമെന്നാണ് നമ്മൾ കരുതുന്നത്. 12:35 ഫ്ലൈറ്റിന്റെ ലാൻഡിംഗ് ടൈം. അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ കുറച്ച് പ്രവർത്തകർ മട്ടന്നൂർ വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മളും അദ്ദേഹം എന്താണ് ഇനി കണ്ണൂരിൽ എത്തിയതിനു ശേഷം ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ അദ്ദേഹത്തോട് തിരക്കുന്നത്. എന്തായാലും ടി ഒ മോഹനൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ടി ഒ മോഹനൻ, കണ്ണൂരിൽ എല്ലാവരും സസ്പെൻസോടെ കാത്തിരുന്ന ആ പേര് ടി ഒ മോഹനൻ തന്നെയാണ്. അദ്ദേഹം KSUവിലൂടെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തിയ നേതാവാണ്. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, അങ്ങനെ പല ചുമതലകളിലും അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണൂർ മുനിസിപ്പാലിറ്റി ആയിരുന്ന സമയത്ത് അവിടെ വൈസ് ചെയർമാൻ ആയിരുന്നു 2010-15 കാലഘട്ടത്തിൽ. 2015-20 കാലഘട്ടത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ, ആദ്യ കോർപ്പറേഷനിൽ അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. 2020 അദ്ദേഹം കണ്ണൂർ കോർപ്പറേഷന്റെ മേയറായി വരുന്നത്. അതിനുശേഷം KPCC അംഗം കൂടിയാണ് അദ്ദേഹം. 2013 മുതൽ KPCC അംഗമാണ്. ദീർഘകാലമായി KPCC അംഗമായി പ്രവർത്തിച്ചു വരുന്ന നേതാവ് കൂടിയാണ് ടി ഒ മോഹനൻ. പക്ഷേ മറ്റു ചില പേരുകൾ കൂടി നേരത്തെ തന്നെ കെ സുധാകരൻ അല്ലെങ്കിൽ മറ്റ് ചില പേരുകളായിരുന്നു ആദ്യം മുതലേ കേട്ടുകൊണ്ടിരുന്നത്. അതിൽ ടി ഒ മോഹനനും ഉണ്ടായിരുന്നു. പക്ഷേ കെ സുധാകരൻ്റെ നോമിനിയായി അമൃത രാമകൃഷ്ണൻ, ഷമ്മാസ്, റിജിൽ മാക്കുറ്റി തുടങ്ങിയവരുടെ പേരുകൾ കേട്ടിരുന്നു. പക്ഷേ അവരാരും തന്നെ സ്ഥാനാർത്ഥിയായില്ല. പകരം ടി ഒ മോഹനനാണ് കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി. എന്തായാലും വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെയാണ് ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ണൂരിൽ ഉണ്ടായിരുന്നത്. കെ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ തന്നെ കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ചരിത്രം തന്നെ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഇരിക്കൂറിലായിരുന്നു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് സജീവ് ജോസഫ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ വലിയ പ്രതിഷേധം തന്നെ അവിടെ ഉണ്ടായിരുന്നു. സോണി സെബാസ്റ്റ്യൻ KPCC സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ശേഷം അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് അവിടെ വലിയ വിജയം തന്നെ ഉണ്ടായി. ഏതായാലും കണ്ണൂരിൽ അത് തന്നെ ആവർത്തിക്കുമെന്നാണ് ടി ഒ മോഹനനും അദ്ദേഹത്തിൻ്റെ ക്യാമ്പും കരുതുന്നത്, കണക്കുകൂട്ടുന്നത്. കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് അജീഷ് ജയകുമാർ നൽകിയത്.